ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ വരെ എൻ്റെ വീഡിയോ കണ്ട് എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉമ്മ കുറച്ച് ചൂലൊക്കെ നമുക്ക് ഒഴിഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ പാവ സ്കൂൾ വിട്ട് വന്നു കേട്ടോ. മോള് സ്കൂൾ വിട്ട് വന്നിട്ട് ഇതാ കുറച്ച് ചോറ് കഴിക്കുകയാണ്. അപ്പോൾ വെണ്ടയ്ക്ക കറിയുണ്ട്, പിന്നെ കുറച്ച് ബീൻസ്, ഉരുളക്കിഴങ്ങും ക്യാരറ്റ് ഉപ്പേരിയുണ്ട്, പിന്നെ കോളിഫ്ലവർ വറുത്തതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് പെരുന്നാളൊക്കെ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇവിടുന്ന് എൻ്റെ താത്താടെ മോളും മരുമോനും കൂടിയിട്ട് അവർ ഊട്ടിക്ക് ടൂർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് അവർ വിളിച്ച് പറഞ്ഞു ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അപ്പോൾ ഒരു 4 മണിയൊക്കെ ആയിട്ട് അങ്ങോട്ട് വിവരം കിട്ടിയിട്ട് ഇങ്ങോട്ടാണ് വരുന്നതെന്ന് അറിഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും ഇനി പെട്ടെന്ന് അവർക്കൊന്ന് ഉണ്ടാക്കണം എന്ന് കരുതി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പം ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കുഴയ്ക്കലും പരത്തലൊക്കെ ഒരുപാട് ടൈം എടുക്കും എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ കുറച്ച് ഗോതമ്പ് പൊടിൻ്റെ ഓട്ടടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോയൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഗോതമ്പ് പൊടിയിൽ തേങ്ങയും കുറച്ച് ചോറും കോഴിമുട്ടയും പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് മിക്സിയിൽ നല്ലപോലെ ഒന്ന് കറക്കിയെടുത്തതാണ്. അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് പണി തീരുകയും ചെയ്യും. പിന്നെ ഇത് അവൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. താത്താടെ മോൾക്ക് ഇങ്ങനെയുള്ള ഓട്ടട നല്ല ഇഷ്ടമാണ്. പിന്നെ ഞാൻ അതുമാത്രം ഉണ്ടാക്കിയാൽ ചിലപ്പോൾ തികഞ്ഞില്ലെങ്കിലും എന്ന് കരുതിയിട്ട് കുറച്ച് നൂൽപുട്ടും കൂടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ രണ്ടും എളുപ്പപ്പണി തന്നെയാണ്. അപ്പോൾ ഒരാവി നൂൽപുട്ട് ആദ്യം തന്നെ പിഴിഞ്ഞെടുത്തു, പിന്നെ രണ്ടാമത്തെ ആവി ഒന്ന് ഞാൻ പിഴിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അടുപ്പിൻ്റെ അവിടെ കുറച്ച് തലേ ദിവസം ചക്ക മുറിച്ചതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചക്കക്കുരുവൊക്കെ ഒന്ന് ഉണങ്ങിയിട്ട് എടുത്ത് വെക്കാമെന്ന് കരുതിയിട്ട് ആ ചൂട്ടത്തിരുന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ അടുപ്പിൻ്റെ ഓരത്ത് ചക്കക്കുരുവൊക്കെ ഒന്ന് ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അതല്ലെങ്കിൽ ചക്കക്കുരു നേരാക്കുമ്പോൾ ഇങ്ങനെ വഴിക്ക് പോകുമല്ലോ. അപ്പോൾ ഒന്ന് അവിടെ കിടന്നൊന്ന് ഉണങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ടൊന്ന് വെള്ളം ഒന്ന് തോരാൻ വേണ്ടി ചക്കക്കുരുവൊക്കെ ഒന്ന് അവിടെ ഇട്ട് വെച്ചതാണ്. അങ്ങനെ അത് ഓട്ടടയൊക്കെ ഇവിടെ ചുട്ട് പകുതി മുക്കാലും ആയിട്ട്. അപ്പോൾ ആദ്യം തന്നെ വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല കേട്ടോ. ആ സമയത്ത് ഫോൺ വരവൊക്കെ ആയിരുന്നു. പിന്നെ നൂൽപുട്ടും ആയിട്ടോ. അപ്പോൾ ഇതിന് രണ്ടിനും കൂടിയിട്ട് തേങ്ങാപ്പാലും എടുക്കണം. പിന്നെ മുട്ടക്കോഴി വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് കറിയും വെക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്ത് പകുതി ആകുമ്പോഴാണ് കോഴിയൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യണേ. പിന്നെ പുതിയ കൂട്ടുകാരൊക്കെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് പുതിയ കൂട്ടുകാരൊക്കെ എൻ്റെ വീഡിയോ കാണാൻ എത്തിയിട്ടുണ്ട്. അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു തേങ്ങയൊക്കെ ചിരവി അത് പാലൊക്കെ എടുത്തിട്ട് അത് അവിടെ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ കുറച്ച് സബോളയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടിയിട്ട് കുറച്ച് എണ്ണയിലൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി എടുത്തിട്ട് ഞാനൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കും കൂടി ചെയ്യേണ്ട. അപ്പോഴും നമ്മുടെ ഗ്രേവിക്ക് ഒരു കുറുക്കും ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഇതാ മുട്ടക്കോഴിൻ്റെ മുട്ടയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുക്കറിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് കോഴിയൊന്ന് വേവിക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു 4 വിസിലിട്ടിട്ടാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ഞാൻ കുറച്ച് ഗ്രേവി അന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് സബോളയും തക്കാളിയും ഒന്ന് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതിൽ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതായത് മുട്ടക്കോഴി, അതും കൂടെ അതിലങ്ങോട്ട് ഇട്ട് കൊടുക്കുക തന്നെ. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു ഗ്രേവി കുറവായിട്ട് തോന്നുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് തക്കാളിയും ഉള്ളിയും വഴറ്റിയതൊക്കെ എടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചിട്ട് ഇതിലൊഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ കറിക്ക് നല്ലൊരു കൊഴുപ്പും കട്ടിയൊക്കെ ഉണ്ടാവും, നല്ലൊരു ടേസ്റ്റും ആയിരിക്കും കേട്ടോ. പിന്നെ ഈ കോഴിയൊക്കെ അതിലിട്ട് നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം ഞാനിതാ കോഴിമുട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഈ അരപ്പുണ്ടല്ലോ, അതായത് ഉള്ളിയും തക്കാളിയും പച്ചമുളകും അരച്ചത്, അതും കൂടെ അതിൽ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കോഴിമുട്ട വേറെ പുഴുങ്ങി കഴിക്കുകയാണെങ്കിലും കഴിക്കാം. അപ്പോൾ ഇതിൽ ഈ കറിയിലിട്ട് കഴിക്കുമ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ കോഴിമുട്ടയൊക്കെ ഒന്ന് ഇതിലിട്ട് കൊടുത്തത്. അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ കറിയൊക്കെ അവിടെ ആയി. പിന്നെ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അവർ വന്നു കഴിഞ്ഞതും കുറച്ച് കഴിഞ്ഞ് നല്ല മഴയൊക്കെ ആയിരുന്നു. പിന്നെ 11-12 മണിയൊക്കെ ആയിട്ടാണ് കഴിക്കാനിരിക്കുമ്പോൾ തന്നെ. പിന്നെ ആ സമയത്ത് വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ അവർ വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതാ നൂൽപുട്ടും ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓട്ടടയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചോറും ഉണ്ട് കേട്ടോ. ബാക്കി ചോറുണ്ട്, വെണ്ടയ്ക്കക്കറി, പിന്നെ ഉപ്പേരി, അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ആക്കി ഞാൻ റെഡിയാക്കി വെച്ചു. പിന്നെ കറി മാത്രം അവിടെ വെച്ചിട്ടുള്ള കറി പിന്നെ കഴിക്കുന്ന നേരത്തെ എടുക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം സെറ്റാക്കി റെഡിയാക്കി വെച്ചു. പിന്നെ അവരൊക്കെ എത്തിയിട്ട് അപ്പോൾ 2 പേരും ബൈക്കിലാണ് ഇവിടുന്ന് ഊട്ടിക്ക് പോയത്. 2 ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് ഫുള്ളും കറങ്ങിയിട്ടൊക്കെയാണ് അവരിങ്ങോട്ട് വന്നത്. അപ്പോൾ എൻ്റെ അയ്യാൻകുട്ടിക്ക് കുറച്ച് കളിപ്പാട്ടമൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ക്യാരറ്റ്, ബീട്രൂട്ടും നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതും വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ക്യാരറ്റൊക്കെ ഇങ്ങനെ പച്ചയ്ക്ക് കഴിക്കാൻ. പിന്നെ ഇത് പിറ്റേ ദിവസം രാവിലെ നേരത്തെയാണ് കേട്ടോ. അപ്പോൾ അത് ഇക്ക വെട്ടാൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഇക്കാക്ക് കട്ടൻ ചായയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ കുപ്പിയിൽ വെള്ളമൊക്കെ ആക്കാൻ വേണ്ടി നിൽക്കുകയാണ്.
അപ്പോൾ ഇക്ക പോയതിന് ശേഷം പിന്നെ കുട്ടികളെ വിളിച്ച് വിടണം. പിന്നെ ഇവിടെ മദ്രസയൊന്നും തുറന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ അധികം സൗണ്ടില്ലാതെ തന്നെ മെല്ലെ വാതിൽ തുറക്കും അടക്കുകയൊക്കെ ചെയ്യണം. കാരണം അയാൻ കുട്ടി എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വാശിയൊക്കെ ആയിരിക്കും. അപ്പോൾ ഒരു കുപ്പി വെള്ളമൊക്കെ ഒന്ന് ആക്കി കൊടുക്കണം. പിന്നെ ചായയൊക്കെ നേരത്തെ ഇട്ട് കൊടുത്തു. അങ്ങനെ ഇക്ക പോയി. അതിനുശേഷം ഞാൻ പിന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായയൊക്കെ ഇട്ടിട്ടൊന്ന് വേഗം കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ കുട്ടികളൊക്കെ നല്ല ഉറക്കണം. മദ്രസയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ നേരത്തെ എണീക്കൊന്നും വേണ്ടല്ലോ. പിന്നെ ഞാനിത് ഒരു ഗ്ലാസ് കട്ടൻ ചായ ഇട്ടിട്ട് ഞാനും കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ദോശയാണ് കേട്ടോ അന്ന് ഉണ്ടാക്കുന്നത്. തലേ ദിവസം ഞാൻ ദോശയ്ക്കൊക്കെ ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴൊക്കെ നല്ല മഴയാണ് കേട്ടോ, നല്ല തണുപ്പും ഉണ്ട്. പിന്നെ നമുക്ക് എന്തായാലും നേരത്തെ എണീക്കുകയൊക്കെ ചെയ്യണമല്ലോ. അങ്ങനെ ഞാൻ കട്ടനൊക്കെ ഇട്ട് കുടിച്ചതിന് ശേഷം കുട്ടികൾക്കുള്ള ചായയൊക്കെ ഇട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ വേഗം ദോശ ഉണ്ടാക്കലാണ്. അപ്പോൾ ഇതിൻ്റെ തലേ ദിവസത്തെ ചിക്കൻ കറിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വേറെ കറികളൊന്നും ഉണ്ടാക്കിയൊന്നുമില്ല. ദോശ അപ്പോൾ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ. തലേ ദിവസത്തെ കുറച്ച് നൂൽപുട്ടും ഗോതമ്പിൻ്റെ അട അതൊക്കെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവർക്ക് രണ്ടാൾക്കും കഴിക്കാൻ മാത്രം കുറച്ച് ദോശ തന്നെ ഞാൻ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. അപ്പോൾ അവർ നേരത്തെ പോകും എന്ന് പറഞ്ഞു. കാരണം അവർക്ക് പോയിട്ട് രണ്ടുപേർക്കും ജോലിയൊക്കെ ഉള്ളതാണ്. ആ സമയമാകുമ്പോഴേക്കും അവർക്ക് അവിടെ എത്തണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അയ്യാൻകുട്ടി ഉറക്കത്തിന് എണീറ്റ് ഉടനെ തന്നെ അവൻ്റെ 2 കളിപ്പാട്ടും എടുത്ത് കളിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇത് ഇപ്പോൾ കാണുന്നതാണ് കേട്ടോ. എങ്ങനെ 2 ദിവസം കഴിഞ്ഞതും ഈ സമയത്ത് ഈ വോയിസ് കൊടുക്കുന്ന സമയത്തൊക്കെ ഈ ലോറിയൊക്കെ അവൻ പീസ് ആക്കിയിട്ടാണ് ദേഷ്യം വരുമ്പോൾ എടുത്ത് എറിയലും അങ്ങനെയൊക്കെയായിരുന്നു അവൻ്റെ പണി. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ ആൾക്ക് നല്ല സന്തോഷമായിരുന്നു. അന്ന് രാത്രി 12-1 മണിയായിട്ട് ആൾ ഉറക്കമൊന്നുമില്ല കേട്ടോ. പിന്നെ അത് താത്തായുടെ മോൾ എനിക്ക് വാങ്ങിക്കൊണ്ട് വന്നാണ് കേട്ടോ. ഊട്ടിയിൽ നിന്ന് വരുമ്പോൾ കുറച്ച് പട്ടയും പിന്നെ ഗ്രാമ്പൂ, ഏലക്കായ്, അപ്പോൾ തക്കോലം, സ്റ്റാർ പൂ, അങ്ങനെ ജാതിപത്രം അതൊക്കെ ഉണ്ട്. അതൊക്കെ വേണമെന്ന് ചോദിച്ചാൽ അതൊന്നും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഇത് 3 മാത്രം മതി എന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ ഇത് 3 മാത്രം അധികം ഉപയോഗിക്കുള്ളൂ. അപ്പോൾ ഞാൻ പൊടിച്ച് വെക്കാൻ ഇത് 3 എടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഇത് മാത്രം മതി പറഞ്ഞു. പിന്നെ അത് വാങ്ങിക്കൊണ്ട് വന്നു. പിന്നെ അത് ഊട്ടി ബർക്കിയാണ് കേട്ടോ. അപ്പോൾ ചിലർക്കൊക്കെ അറിയും, ചിലർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റില്ല. അപ്പോൾ ഇത് നല്ല സോഫ്റ്റാണ് കേട്ടോ ഈ ഊട്ടി ബർക്കി. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നമുക്ക് ചായയിൽ മുക്കിയിട്ടും കഴിക്കാം, അല്ലാതെയും കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതൊരു പാക്കറ്റ് ഉണ്ട്. പിന്നെ ഇത് അവിടുത്തെ ഊട്ടിയിൽ നിന്ന് സ്വീറ്റ് വാങ്ങിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ അതും ഒരു പെട്ടിയുണ്ട് സ്വീറ്റ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ പിറ്റേ ദിവസമാണ് കേട്ടോ വീഡിയോ എടുത്തത്. അപ്പോൾ സ്വീറ്റ് കുറച്ചൊക്കെ എല്ലാവരും കഴിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഉമ്മാക്ക് 2 കുപ്പി യൂക്കാലി തേയിലം വാങ്ങിക്കൊണ്ട് വന്നു. അപ്പോൾ ഇതുപോലെ എല്ലാവർക്കും എത്തിക്കുകയും ചെയ്യണം എല്ലാവർക്കും. അപ്പോൾ 2 കുപ്പി യൂക്കാലി തേയില കൊണ്ട് ഇട്ട് അത് നമുക്ക് വേദനയുള്ള ഭാഗത്തും പിന്നെ തലവേദന, ചെവി വേദന, പല്ലുവേദനയൊക്കെ ഉണ്ടെങ്കിൽ ലേശം പഞ്ഞിയിലൊക്കെ ആക്കി വെക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഊട്ടിയിൽ തന്നെ ആയതുകൊണ്ട് തന്നെ നല്ല ഒറിജിനൽ യൂക്കാലി തേയിലം തന്നെ അവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള കൂട്ടുകാരെ. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.